Welcome to RK's Stories. താളം ഭാഗം 46. വെളുക്കയുള്ള ഒരു ചിരിയോടെ നടന്നു വരുന്ന വിൽസനെ കണ്ട് കാശിയപ്പൂപ്പന്റെയും റോസിന്റെയും മുഖം ഒരുപോലെ ചുളിഞ്ഞു. വരുന്നുണ്ട് കൊന്നത്തെങ്ങ്. റോസ് പിറുപിറുത്തപ്പോ കാശിയപ്പൂപ്പൻ പടിയിൽ നിന്നും എഴുന്നേറ്റ് അരമതിലേക്ക് കയറിയിരുന്നു. കടയിൽ പോയി ചാർജ് എടുത്തു അല്ലേ? ആ ഒരു ചോദ്യത്തോടെയാണ് വിൽസൺ പടികൾ കയറി വന്നത്. ഓവ്, അവൾ പടിയിൽ തന്നെ ഇരുന്നതേയുള്ളൂ. ചാർജ് എടുക്കുമ്പോ എന്നെ ഒന്ന് വിളിച്ച് പറയായിരുന്നു. അവൾക്ക് മുന്നിൽ അരമതലിൽ ചാരി നിന്നുകൊണ്ട് അവൻ പറഞ്ഞ ആ വാക്കുകളിലെ നീരസം ഇഷ്ടപ്പെടാതെ റോസ് ചുണ്ടിന്റെ കോണൊന്ന് ഉയർത്തി പുച്ഛിച്ചു. എന്തിന്? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. വിൽസന്റെ മുഖം ഇരുണ്ടു. ഒറ്റയ്ക്ക് അതൊക്കെ നോക്കി നടത്താനാകുമെന്ന് റോസ് കരുതുന്നുണ്ടോ? നീരസം പുച്ഛത്തിലേക്ക് വഴിമാറിയ ആ വാക്കുകൾ അവളെ ചൊടിപ്പിച്ചു. എന്താ നടത്തിയല്ലേ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ സഹായിക്കാൻ ഈ ഇരിക്കുന്ന കാശിയപ്പനുണ്ട്. ഓ, വിൽസൺ പുച്ഛത്തോടെ അരമതലിരിക്കുന്ന കാശിയപ്പനെ നോക്കി. ഈ കളവൻ വിചാരിച്ച നിന്നെ എന്ത് സഹായിക്കാനാ? അത് മാത്രമല്ല, ബന്ധുവായി ഞാനുള്ളപ്പോ എന്തിനാ അന്യനൊരാള്? റോസ് കാശിയപ്പനെ നോക്കിയെങ്കിലും തന്നെ കുറിച്ചല്ല വിൽസൺ പറയുന്നത് എന്ന ഭാവത്തോടെ ഇരിക്കുകയായിരുന്നു പുള്ളിക്കാരൻ. അതോടെ അവൾ സ്വരം കടുപ്പിച്ചു. വിൽസൺ ചെല്ല്, ആവശ്യമുണ്ടല്ലേ ഞാൻ അറിയിക്കാം. അല്ലാതെ എപ്പോഴും ഇങ്ങനെ കയറി നിരങ്ങണമെന്നില്ല. ആ വാക്കുകളിലെ അവക്കയിൽ മുറിവേറ്റ അഭിമാനത്തോടെ വിൽസൺ വലത്തെ കാല് പടിയിൽ കുത്തി അവൾക്ക് മുന്നിലേക്ക് കുനിഞ്ഞു. കുറച്ച് സ്വത്ത് കിട്ടിയെന്ന് കരുതി അങ്ങ് നെകളികല്ലടി വണ്ണേ. പ്രശ്നങ്ങൾ ഉണ്ടായാലേ നീ താങ്ങത്തില്ല. ഈ കിളവനെ കണ്ടിട്ട് മാത്രമല്ല നീ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. അന്ന് കരിമ്പനക്കാട്ട് കയറി പ്രശ്നമുണ്ടാക്കി ഒരുത്തനില്ലേ, ആ സേതു. അവൻ നിന്റെ ആരാ? പല്ല് ഞെരിച്ച് മുരണ്ട അവന് നേരെ റോസ് കൈ ചൂണ്ടുന്നതിനിടയിൽ അരമതലിൽ നിന്നും ചാടി ഇറങ്ങിയ കാശിയപ്പൂപ്പൻ വിൽസന്റെ കോളറിന് കുത്തിപ്പിടിച്ചു. പക്ഷേ കാശിയപ്പൂപ്പൻ കരുതിയതിലും കരുത്തുണ്ടായിരുന്നു വിൽസന്. തന്റെ കോളറിൽ കുത്തിപ്പിടിച്ച കാശിയപ്പൂപ്പന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വിൽസൺ അങ്ങേരെ നോക്കി ചിരിച്ചു. ആ നേരം അവന്റെ മുഖത്തിന് ഇരയെ കണ്ട ചെന്നായയുടെ ഭാവമായിരുന്നു. താനെന്ന് കരിമ്പനക്കാട്ട് കയറി സ്റ്റീഫൻ വല്യപ്പനെ ചവിട്ടിയെന്നറിഞ്ഞപ്പോ മുതൽ ഞാൻ നോക്കി വെച്ചതാ. പറഞ്ഞു തീർന്നതും വിൽസന്റെ വലത്തെ മുഷ്ടി കാശിയപ്പൂപ്പന്റെ താടിയിലെ ലക്ഷ്യമാക്കി പാഞ്ഞു വന്നു. കാശിയപ്പൂപ്പൻ ഒഴിഞ്ഞു മാറിയെങ്കിലും വിൽസന് വേഗത കൂടുതലായിരുന്നു. അവന്റെ കരുത്തുള്ള മുഷ്ടിയുടെ ഒരു ഭാഗം കാശിയപ്പൂപ്പന്റെ താടിയലിനെ ഉരുമിയാണ് കടന്നുപോയത്. പുറകോട്ട് വേച്ച് വീഴാൻ പോയ കാശിയപ്പൂപ്പനെ ചാടി എഴുന്നേറ്റ റോസ് താങ്ങി. ബഹളം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന സ്റ്റെല്ല കുഞ്ഞമ്മ ഒച്ചയെടുത്തു. വിൽസ, നീ എന്തോന്നാ ഈ കാട്ടണേ? കാശിയപ്പൂപ്പൻ ചൂണ്ടുവിരൽ മടക്കി വിൽസന്റെ വലത്തെ കൈത്തണ്ടയുടെ മർമ്മഭാഗത്ത് കുത്തി. ആ! അസഹ്യമായ വേദനയോടെ വിൽസൺ കൈ കുടഞ്ഞു. അതേ സമയം തന്നെ അവന്റെ ഇടത്തെ കൈ കാശിയപ്പൂപ്പന്റെ കരണത്ത് പതിഞ്ഞു. ശക്തമായ അടിയേറ്റ് കാശിയപ്പൂപ്പൻ പടികളിലേക്ക് ഇരുന്നു പോയി. കരഞ്ഞുകൊണ്ട് കാശിയപ്പൂപ്പനെ വലിച്ചു പൊക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ റോസ് വിൽസന് നേരെ നോക്കി അലറി. വിൽസ, മര്യാദക്ക് ഇറങ്ങിപ്പോയില്ലേ, ഞാൻ പോലീസിനെ വിളിക്കും. ഓടി! അവളുടെ കൈ തട്ടി മാറ്റിയ വിൽസൺ കാശിയപ്പൂപ്പനെ വലിച്ചുയർത്തി മുറ്റത്തേക്ക് തള്ളിയെറിഞ്ഞു. ആ സമയത്താണ് സേതുവിന്റെ ബൈക്ക് റോസിന്റെ വീടിന് മുന്നിൽ വന്നു നിന്നത്. രഘുനന്ദൻ വൃശ്ചികയെ വിവാഹമാലോചിച്ച കാര്യം റോസിനോട് സംസാരിക്കാൻ വേണ്ടി വന്നതായിരുന്നു അവൻ. മുറ്റത്തെ ആ സംഘട്ടനം കണ്ട് ബൈക്കിൽ നിന്ന് മോടി ഇറങ്ങി വന്ന സേതുവിന്റെ കൈകളിലേക്കായിരുന്നു കാശിയപ്പൂപ്പൻ വന്നു വീണത്. എന്താ കിളവനപ്പൂപ്പ, അവനവന് പറ്റിയ പണിക്ക് പോയാ പോരെ? സേതുവിന്റെ ചോദ്യം കേട്ട് അവന്റെ കൈകളിൽ കിടന്ന് കാശിയപ്പൂപ്പൻ അവനെ നോക്കി പുച്ഛിച്ചു. അവന്റെ കഴുത്തിലെ മർമ്മത്തിലേക്ക് എന്റെ കൈയെത്തിയില്ല. ഇല്ല, അവനിപ്പോ ഇവിടെ കിടന്ന് പടഞ്ഞേനെ. ഉവ്വ, ഞാനിപ്പോ എത്തിയില്ല, കാണായിരുന്നു. അപ്പൂപ്പൻ റോസമ്മയുടെ മുറ്റത്തെ മണ്ണ് തിന്നേനെ. സേതുവും അങ്ങേരെ തിരികെ കളിയാക്കി. ആ വന്നല്ലോ, നിന്നെയാ എനിക്ക് വേണ്ടത്, വാ. എളിക്ക് കൈകൾ കുത്തി വിൽസൺ സേതുവിനെ നോക്കി മീശ തടവി. പിന്നെന്താ, നീ അങ്ങ് എടുത്തോട ചക്കരെ. വിൽസനെ നോക്കി കണ്ണിറുക്കിയിട്ട് സേതു കാശിയപ്പൂപ്പനെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തി. അപ്പൂപ്പൻ ഇനി ഇവിടെ നിന്നേ പിള്ളേര് തമ്മിലുള്ള കളി കാണുകട്ടോ. ഓ, അങ്ങനെ ആവട്ടെ.
സേതു മുന്നോട്ട് നടന്ന് വിൽസന്റെ മുന്നിൽ ചെന്ന് നിന്ന് കൈകൾ നീട്ടി. എന്താടാ, എടുക്കണില്ലേ? സേതുവിന്റെ പരിഹാസം കേട്ട വിൽസൺ മുന്നോട്ട് ചാടി കൈ ചുരുട്ടി അവന്റെ മുഖം ലക്ഷ്യമാക്കി ആഞ്ഞടിച്ചു. സേതു പെട്ടെന്നാണ് താഴേക്ക് കുനിഞ്ഞു മാറിയത്. വിൽസന്റെ മുഷ്ടി സേതുവിന്റെ തലയ്ക്ക് മുകളിൽ കൂടി പാഞ്ഞുപോയ അതേ നിമിഷം തന്നെ സേതുവിന്റെ ചുരുട്ടിയ കൈ വിൽസന്റെ കാലുകൾക്കിടയിലെ മർമ്മസ്ഥാനത്ത് ശക്തിയോടെ പതിച്ചു. വേദന കൊണ്ട് ഞരങ്ങിപ്പോയ വിൽസൺ താഴേക്ക് കൂനിപ്പോയി. നേരെ നിവർന്നു നിന്ന സേതു വിൽസന്റെ മുടി ഇരു കൈകൾ കൊണ്ടും പിടിച്ച് അവന്റെ തല ശക്തിയായി താഴേക്ക് വലിച്ചു. അതോടൊപ്പം തന്നെ അവൻ തന്റെ മുട്ടുകാല് മുകളിലേക്കും ഉയർത്തി. സേതുവിന്റെ ഉയർത്തിയ മുട്ടുകാലിൽ ചെന്നിടിച്ച് വിൽസന്റെ മുഖം ചതഞ്ഞു. പല്ലുകൾ ഇളകി വായിൽ നിന്നും ചോരയൊഴുകി. മണ്ണിലേക്ക് ഇരുന്നു പോയ വിൽസനെ സേതു ചവിട്ടി മലർത്തിയിട്ടു. പൊന്നു മോനെ വിൽസ, ഈ ചെറുവാണിയൂരിനെ പറ്റി നിനക്ക് അറിയാഞ്ഞിട്ടാ. ഇവിടെ വന്ന് കളിച്ചവന്മാരൊന്നും നേരെ ചൊവ്വേ കരവിട്ട് പോയിട്ടില്ല. വിൽസൺ താഴെ കിടന്ന് സേതുവിനെ നോക്കി. അവന്റെ കണ്ണുകളിൽ അപ്പോഴും കനലെരിയുന്നുണ്ടായിരുന്നു. അവന്റെ നോട്ടം കണ്ടില്ലേ? എണീറ്റ് പോടാൻ, ഇല്ല ചവിട്ടി കൂട്ടും ഞാൻ. സേതു ഒരിക്കൽ കൂടി കാലുയർത്തിയതോടെ ഏന്തി വലിഞ്ഞെഴുന്നേറ്റ വിൽസൺ ചെറിയൊരു മുടന്തലോടെ പുറത്തേക്ക് നടന്നു. കാറിൽ കയറും മുന്നേ അവരെ തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് അവൻ അകത്തേക്ക് കയറി ഡോർ വലിച്ചടച്ചു. വിൽസന്റെ കാർ വീടിന് മുന്നിൽ നിന്നും പാഞ്ഞു പോയപ്പോ പടികൾ ഓടിറങ്ങിയ റോസ് കാശിയപ്പൂപ്പനെ കെട്ടിപ്പിടിച്ചു. വല്ലതും പറ്റിയോ അപ്പൂപ്പ? വിൽസന്റെ മുഷ്ടി കൊണ്ട ഭാഗത്തെ കരുവാളിപ്പിൽ വിരൽ ഓടിച്ചുകൊണ്ടായിരുന്നു അവൾ ചോദിച്ചത്. ഏയ്, ഇതൊക്കെ എന്ത്? ഇല്ലടാ സേതുവേ. ഉവ്വ, ഇവിടെ മുറിവെണ്ണ ഇരിപ്പുണ്ടെങ്കിൽ കുറച്ച് ചൂടാക്കി പെരട്ടിക്കോ, ഇല്ലേ നാളെ കീറി ഏറ് കിട്ടിയ പോലെ ഇരിക്കും. അവൻ കളിയാക്കിയപ്പോ കാശിയപ്പൂപ്പൻ അവനെ നോക്കി കണ്ണുരുട്ടി. കുഞ്ഞമ്മേ, കുറച്ച് മുറിവെണ്ണ എടുത്ത് ചൂടാക്കിക്കോട്ടോ. റോസ് വിളിച്ചു പറഞ്ഞത് കേട്ട് കുഞ്ഞമ്മ അകത്തേക്ക് പോയപ്പോ അവൾ കാശിയപ്പൂപ്പനെയും കൂട്ടി വരാന്തയിലേക്ക് കയറി. കുഞ്ഞമ്മ ചൂടാക്കി കൊണ്ടുവന്ന മുറിവെണ്ണ അവൾ കാശിയപ്പൂപ്പന്റെ കവളിൽ പുരട്ടുന്ന സമയത്ത് സേതു രഘുനന്ദൻ വൃശ്ചികയെ വിവാഹമാലോചിച്ചുകൊണ്ട് വിളിച്ച കാര്യം റോസിനോട് പങ്കുവച്ചു. വൈകുന്നേരം വൃശ്ചികയിൽ നിന്നും നേരിട്ട് അക്കാര്യം അറിഞ്ഞ കാര്യം അവളും പറഞ്ഞു. നിന്റെ ബന്ധുക്കളായതുകൊണ്ടേ വീട്ടിൽ പറയും മുന്നേ നിന്നോടൊന്ന് പറഞ്ഞിട്ടാകാന്ന് കരുതി വന്നതാ ഞാൻ. അതിനെന്നാ സേതു ഏട്ടാ, നടക്കുന്നെങ്കിൽ നല്ല കാര്യമല്ലേ? വൃശ്ചിക്കും ഏതാണ്ടൊക്കെ ഇഷ്ടപ്പെട്ട മട്ട. എന്നാ ഞാൻ ഇറങ്ങട്ടെ. യാത്ര പറഞ്ഞിറങ്ങിയ സേതു പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. റോസമ്മോ, നിനക്ക് പേടിയൊന്നുമില്ലല്ലോ അല്ലേ? എനിക്കോ? സേതുവേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ, എനിക്കൊരു പേടിയില്ല. നീ ധൈര്യമായിട്ട് പോയിക്കോടാ ചെക്ക, ഞാനില്ലേ ഇവിടെ. കാശിയപ്പൂപ്പൻ വിളിച്ചു പറഞ്ഞത് കേട്ട് സേതു തല കുലുക്കി. ഉവ്വ ഉവ്വ. കളിയാക്കിക്കൊണ്ടവൻ പുറത്തേക്ക് നടന്നപ്പോ എഴുന്നേൽക്കാൻ തുനിഞ്ഞ കാശിയപ്പൂപ്പനെ പിടിച്ചിരുത്തിക്കൊണ്ട് റോസ് വീണ്ടും മുറിവെണ്ണ കയ്യിലേക്കെടുത്തു. ഏയ്, അത് ശരിയാവില്ല, ആ ആലോചന നമുക്ക് വേണ്ട. എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് വൃശ്ചികയ്ക്ക് വന്ന വിവാഹാലോചനയെ കുറിച്ച് സേതു പറഞ്ഞ ഉടനെ തന്നെ പ്രജിത്ത് ചാടി കയറി എതിർത്തു. അതെന്താ ശരിയാവാത്തത്? അവന്റെ അഭിപ്രായം ഇഷ്ടപ്പെടാത്ത മട്ടിലാണ് ശങ്കരന്മാരാർ പ്രതികരിച്ചത്. അതാ റോസിന്റെ അമ്മച്ചിയുടെ ബന്ധുക്കളല്ലേന്ന്. അതിന് അത് ശരിയാകില്ല ചെറിയച്ച. ഞാനും റോസും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതിനിടയിൽ അവളുടെ ഏട്ടന്റെ സ്ഥാനത്തുള്ള ഒരാള് എന്റെ അളിയനായി വരുന്നതിൽ എനിക്കത്ര താല്പര്യമില്ല. ശങ്കരന്മാരാർ കൗമുദിയെ നോക്കി. വേണ്ടെന്നോ വേണമെന്നോ അവർ പറഞ്ഞില്ല. എങ്കിലും അത്രയും വലിയൊരു കുടുംബത്തിൽ നിന്നും വന്ന ആലോചന വേണ്ടെന്ന് വെക്കാനുള്ള വൈമനസ്യം അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു. നിനക്ക് റോസുമായി ഉണ്ടായ പ്രശ്നം നീ ഉണ്ടാക്കിയതല്ലേ, അതിന് വൃശ്ചിക എന്ത് പഴിച്ചു? അവൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ആലോചനയാണിത്. നല്ല ആൾക്കാര്, നല്ല സാമ്പത്തികം, പയ്യനും കൊള്ളാം. കല്യാണം കഴിഞ്ഞാല് അവൾ ഇവിടെ താമസിക്കില്ലല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും വരുമ്പോഴുള്ള കാര്യം അത് നീ അങ്ങ് ശ്രദ്ധിക്കാതിരുന്നാ മതി. വൃശ്ചികയ്ക്കും ഈ ആലോചനയിൽ താല്പര്യമുണ്ട്. സേതു അത്രയും പറഞ്ഞപ്പോ അത് നിഷേധിക്കും വിധം പ്രജിത്ത് തലയിളക്കി. ഇല്ല, എന്റെ ഇഷ്ടത്തിനെതിരായി അവൾ ഒന്നും പറയില്ല. അതെന്താ? ഏട്ടാ സ്വന്തം താല്പര്യവും ഇഷ്ടങ്ങളും മാത്രമല്ലേ നോക്കിയത്? അപ്പൊ പിന്നെ ഞാനെന്തിനു മാറി നിൽക്കണം? വൃശ്ചികയുടെ ഉറച്ച വാക്കുകൾ പ്രജിത്തിനെ ആശ്ചര്യപ്പെടുത്തി. അവൻ അവളെ നോക്കി ശബ്ദമുയർത്തി. നീ സംസാരിക്കണ്ട, സംസാരിക്കാനേ ഇവിടെ മുതിർന്നവരുണ്ട്. ഏത് മുതിർന്നവരുണ്ടെങ്കിലും കൊള്ളാം, എന്റെ കാര്യം ഞാൻ പറയും. ഏട്ടന്റെ ഇഷ്ടത്തിന് ജീവിക്കാനേ എന്നെ കിട്ടില്ല. ഞാൻ അനുസരിച്ചേനെ. ഏട്ടൻ ഒരു ആണിനെ പോലെ സ്വന്തം ഇഷ്ടത്തിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ. എല്ലാവരും ഓരോരുടെ താല്പര്യമല്ലേ നോക്കിയത്. ഇനിയിപ്പോ ഞാനായിട്ട് ഉറക്കുന്നില്ല. പ്രജിത്ത് അമ്മയുടെ നേരെ തിരിഞ്ഞു. ഇവളി പറയുന്നത് കേട്ടിട്ട് അമ്മയ്ക്കൊന്നും പറയാനില്ലേ? അവള് പറഞ്ഞതിൽ എന്താണ് ഒരു തെറ്റ്?
അത്രയും നേരം മിണ്ടാതിരുന്ന കുഞ്ഞമ്മായിയും വൃശ്ചികയെ പിന്തുണച്ചപ്പോ പ്രജിത്ത് സേതുവിനെ നോക്കി പല്ല് ഞെരിച്ചു. നീ എന്നെ നോക്കി പല്ലൊന്നും കടിച്ചു പൊട്ടിക്കണ്ട. അവള് പറഞ്ഞത് നീയും കേട്ടല്ലോ. ഒരു ആണിനെ പോലെ നീ അന്ന് നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അവള് നിന്നെ അനുസരിച്ചേനെ. എന്തായാലും നല്ലൊരു കുടുംബത്തിലേക്ക് തന്നെയാണല്ലോ അവള് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം. അച്ഛൻ എന്തു പറയുന്നു? ആ, എന്തായാലും അവര് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. ചാടി എഴുന്നേറ്റ പ്രജിത്ത് അമ്മയെ ദേഷ്യത്തോടെ നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. വെല്ലിമ്മ അതൊന്നും കാര്യമൊക്കണ്ട. രഘുനന്ദൻ നല്ല പയ്യന്. അവൻ ഈ വീട്ടിലെ മരുമകനായി വന്നാലേ എല്ലാം ക്രമേണ ശരിയായിക്കൊള്ളും. അതിനും മറുപടിയില്ലാതെ കൗമുദി നിന്നപ്പോ സംസാരം അവസാനിപ്പിച്ചതുപോലെ ശങ്കരന്മാരാർ എഴുന്നേറ്റു. സേതുവിന്റെ അടുത്തേക്ക് വന്ന വൃശ്ചിക അവനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചപ്പോ അവളുടെ മനസ്സിലെ ഇഷ്ടം മനസ്സിലാക്കിയ ബാക്കിയുള്ളവർ ചിരി തൂക്കി. പലഹാരങ്ങളും കൊണ്ട് ഗർഭിണിയെ കാണാൻ പോയിട്ട് എന്തായി? അവൾ അവിടെ നിന്ന് ഇറക്കി വിട്ടോ? തറവാടിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് വന്ന് കയറുകയായിരുന്നു സേതുവും ശങ്കരന്മാരാരും. സേതുവിന്റെ ആ ചോദ്യം കേട്ട് ചിരിച്ചുകൊണ്ട് ശങ്കരന്മാരാർ വരാന്തയിൽ കിടന്നിരുന്ന കസേരയിലേക്ക് ഇരുന്നു. അവൾ അത്ര താല്പര്യമില്ലാത്ത മട്ടിലാ നിന്നത്. പക്ഷെ രമേശന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനത് പ്രതീക്ഷിച്ചിരുന്നു. അരമതലിലേക്ക് കയറിയിരുന്നു കൊണ്ട് സേതു പറഞ്ഞു. അവനും അവന്റെ അളിയനും തമ്മില് ഇപ്പോ അത്ര നല്ല രസത്തിലല്ലെന്ന് തോന്നുന്നു. അയാളെ ഇപ്പോ സ്ഥിരമായിട്ട് അവന്റെ ബേക്കറി കാണാറുണ്ട്. ഭരണം ഇച്ചിരി കൂടുതലാണെന്ന് കടയിൽ നിൽക്കുന്ന പിള്ളേര് പറഞ്ഞു കേട്ടു. ആ, അതെന്തേലും ആവട്ടെ. സേതു, എനിക്ക് നിന്നോട് മറ്റൊരു കാര്യം കൂടി സംസാരിക്കാനുണ്ട്. എഴുന്നേൽക്കാൻ തുടങ്ങിയ സേതു അച്ഛന്റെ ആ മുഖവുര കേട്ട് വീണ്ടും തിരികെ അരമതലിലേക്കിരുന്നു. നീ ഒഴികെ തറവാട്ടിലെ എല്ലാ പിള്ളേരുടെയും വിവാഹമായി. എന്താ ഇനി നിന്റെ ഭാവം? ഒരിക്കൽ പറഞ്ഞ മറുപടി വീണ്ടും ആവർത്തിക്കാനുള്ള താല്പര്യമില്ലാതെ അവൻ പൂമുഖത്തെ കഴക്കോലുകളിലേക്ക് നോട്ടമെറിഞ്ഞു. ഇനിയും ആ പെൺകുട്ടിയെ ഓർത്ത് ജീവിതം തള്ളി നീക്കാനാണോ നിന്റെ ഭാവം? അതിനും മറുപടി ഉണ്ടായില്ല. ഒരു വിവാഹം കഴിക്കാതെ നീ ആ റോസമ്മയോടൊപ്പം അവളെ സഹായിക്കാൻ നടന്നാലേ ആളുകൾ ചിലപ്പോ വല്ലതുമൊക്കെ പറഞ്ഞുണ്ടാക്കിയെന്നിരിക്കും കേട്ടോ. ഈ കരക്കാരൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല അച്ഛാ. ഈ കരക്കാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആ കുട്ടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇനി നിങ്ങൾക്കൊരുമിച്ച് പലയിടത്തും പോകേണ്ടി വരും. നാളെ ഒരിക്കല് അതിനൊരു വിവാഹാലോചന വരുമ്പോ അതൊക്കെ ഒരു പ്രശ്നമാകരുത്. നിങ്ങളെക്കാളുമൊക്കെ ലോകം കണ്ട പരിചയം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ശ്രദ്ധിച്ചോളാം. അതും പറഞ്ഞവൻ എഴുന്നേറ്റ് അകത്തേക്ക് കയറിപ്പോയപ്പോ പറയാതെ പറഞ്ഞു വെച്ച കാര്യങ്ങളുടെ അർത്ഥം എന്തെങ്കിലും ഒരിക്കൽ മനസ്സിലാക്കാനുള്ള അവസരം അവൻ ഒത്തുവരട്ടെ എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു ആ അച്ഛന്റെ മനസ്സ്. ടേപ്പ് റെക്കോർഡറിൽ നിന്നും ഒഴുകിയെത്തുന്ന പങ്കജുദാസിന്റെ ഗസലുകളും ആസ്വദിച്ച് വീടിന്റെ മുകൾ നിലയിലുള്ള വരാന്തയിൽ ഇരിക്കുകയായിരുന്നു രഘുനന്ദൻ. വരാന്തയിലൂടെ നടന്നെത്തിയ ശിവനന്ദന്റെ കാൽപെരുമാറ്റം അവൻ കേട്ടില്ല. അവന്റെ ചിന്തകളിൽ വൃശ്ചിക നിറഞ്ഞിരിക്കുകയായിരുന്നു. അവളുടെ കുറുമ്പും ദേഷ്യപ്പെടുമ്പോൾ ചുവന്നു തുടുക്കുന്ന മുഖവും ആ സമയം ഒന്നുകൂടി വിടരുന്ന കണ്ണുകളും ഓർമ്മയിലിട്ട് ഓമനിക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് ടേപ്പ് റെക്കോർഡർ ഓഫായത്. ഈർഷയോടെ കണ്ണുകൾ തുറന്നപ്പോ മുന്നിൽ നിൽക്കുന്ന ശിവനന്ദനെ കണ്ട് രഘുനന്ദൻ പെട്ടെന്നൊന്ന് പതറി. മുന്നിൽ നിൽക്കുന്നവന്റെ കണ്ണുകൾ തന്നെ അളക്കുകയാണെന്ന് അവന് മനസ്സിലായി. ഒരു മൂടലിൽ ചോദ്യം ഒതുക്കിക്കൊണ്ട് രഘു ആ കണ്ണുകളെ നേരിടാൻ ശ്രമിച്ചു. അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. എന്താ നിന്റെ ഉദ്ദേശം? മറു ചോദ്യത്തിന് താമസമൊട്ടും ഉണ്ടായില്ല. വരാന്തയിൽ കിടന്നിരുന്ന മറ്റൊരു കസേര വലിച്ച് രഘുനന്ദന്റെ മുന്നിലേക്കിട്ട് അതിലേക്ക് ഇരുന്നിട്ട് ശിവൻ അവനെ തുറച്ചു നോക്കി. നീ എന്തോ ഇത് തിന്നാൻ പോകും പോലെ നോക്കുന്നേ? രഘു കണ്ണുരുട്ടി. നീ ഉഴപ്പാതെ കാര്യം പറ രഘു. ആ, എന്തു പറയാനാണെന്ന്? ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ പോലും കടയിലേക്ക് വരാത്തവനെ 3-4 ദിവസമായി സ്ഥിരമായിട്ട് കടയിൽ പോകുന്നു. അവിടെ അക്കൗണ്ട് സെക്ഷനിൽ അപ്പോയിന്റ് ചെയ്ത പെൺകൊച്ചിനെ പിടിച്ച് സ്വന്തം സെക്ഷനിലേക്ക് മാറ്റുന്നു. എന്താ മോനെ ഇതിന്റെ ഉദ്ദേശം? ആ ചോദ്യം കേട്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തി കോർത്ത് ഞൊട്ടയൊടിച്ചുകൊണ്ട് രഘു ശിവനെ നോക്കി കണ്ണിറുക്കി. ചെക്ക, ആ സേതുവണ്ണൻ ആളല്പം വിലകാട്ടോ. വെറുതെ എനിക്ക് പണിയുണ്ടാക്കരുത്. അതിന് ഞാനെന്ത് ചെയ്തെന്നാ? പിന്നെ നിന്റെ നോട്ടത്തിനെന്താ ഒരു വശപ്പശക്ക്? ശിവൻ കണ്ണുകൾ കുറുക്കി അവനെ നോക്കി. അതോ, അതെ, ആ കൊച്ചിനെ ഞാനങ്ങ് കെട്ടിയാലോ എന്ന് ആലോചിക്കുക. അത്ഭുതം കൊണ്ട് ശിവന്റെ വാ പൊളിഞ്ഞു. നീയാവ ആയോ നടക്കുമോനെ? എന്നിട്ട് പറയ്, എന്താ നിന്റെ അഭിപ്രായം? ഉള്ളതാണോടെ? ഈ ഒരു കാര്യത്തിൽ ഞാൻ കളി പറയോടാ. ചാടി എഴുന്നേറ്റ ശിവൻ രഘുവിനെ വലിച്ചു പോക്കി കെട്ടിപ്പിടിച്ചു. അപ്പൊ ഒന്നു മോനെ, എനിക്കതില് സന്തോഷമേ ഉള്ളൂ. ഓ, ഇപ്പോഴാ ഒരു സമാധാനോ ഇത്. സേതുവണ്ണൻ നിന്റെ സ്വന്തം ആളല്ലേ?
അതുകൊണ്ട് എങ്ങാനും നിനക്കും ആ പെൺകൊച്ചിനോട് എന്തെങ്കിലും സംതിങ് കൊണ്ടുവന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഓടെ സേതുവണ്ണന്റെ പെങ്ങളെ എന്റെയും പെങ്ങള് തന്നെ. ഇനിയിപ്പോ ആ ബന്ധം അങ്ങ് ഉറപ്പിക്കാം. ഞാൻ തന്നെ ഇക്കാര്യം അണ്ണനോട് വിളിച്ചു പറയാം. ഓ അതിന്റെ ആവശ്യമൊന്നുമില്ല. രഘുനന്ദൻ അതിനെ നിസാര മട്ടിലാക്കി. എന്നിട്ട് അവൻ തിരികെ കസേരയിലേക്ക് ഇരുന്നിട്ട് ശിവനെ നോക്കി ചിരിച്ചു. ആവശ്യമില്ലെന്നു അതെന്താ? മുഖം ചുളിച്ചു പിടിച്ചുകൊണ്ട് ശിവൻ രഘുനന്ദനെ നോക്കി. അതൊക്കെ ഞാൻ തന്നെ അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവർക്കതിൽ താല്പര്യമുണ്ട്. ഇനിയിപ്പോ നമ്മളെല്ലാവരും കൂടി ഒന്ന് പോയി പെണ്ണ് കാണണം, അത്രേ ഉള്ളൂ. ഈയിടം ഭയങ്കര നീ ആടും ഉള്ളല്ലോടാ. അതിനും രഘുനന്ദൻ ചിരിച്ചതേ ഉള്ളൂ. ആ എന്തായാലും അച്ഛനും വിളിച്ചിനും കൂടി വന്നോട്ടെ, ഇക്കാര്യം നമുക്ക് അവതരിപ്പിക്കാം. അപ്പൊ അവര് നിന്റെ കൂടെ വന്നില്ലേ? ഇല്ലടാ, പോയ കാര്യങ്ങളൊന്നും മുഴുവനായിട്ടില്ലെന്നേ. അവര് വിഷുവിന് മുന്നേ എത്തുകയുള്ളൂ. ശിവ, അതിനൊപ്പം മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട്. രഘുവിന്റെ മുഖവും ശബ്ദവും മാറിയപ്പോ ശിവനന്ദൻ ആശങ്കയോടെ അവന് നേരെ നോക്കി. അച്ഛനും വല്യച്ഛനുമൊക്കെ അന്വേഷിച്ചു നടന്നിരുന്ന നമ്മുടെ അപ്പച്ചിയെ ഞാൻ കണ്ടുപിടിച്ചു. എന്തൊക്കെയാണ് നീ പറയുന്നേ? ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഇത്രയേറെ സംഭവിച്ചോ? രഘുനന്ദൻ ഒരു മൂളലോടെ മുഖം കുനിച്ചു. അത്രയും നേരം അവന്റെ മുഖത്തുണ്ടായിരുന്ന സന്തോഷം നഷ്ടപ്പെട്ടത് ശിവനന്ദനെയും ആശങ്കയിലാഴ്ത്തി. എന്താണ് പ്രശ്നം? അവൻ ചോദിച്ചു. അപ്പച്ചി ഇന്ന് ജീവിച്ചിരിപ്പില്ലടാ. എന്തൊക്കെയാണ് നീ പറയുന്നേ? നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ശിവൻ അവനെ നോക്കി. അതേടാ, അപ്പച്ചിയും മോളും താമസിച്ചിരുന്നത് നമ്മുടെ സേതുവണ്ണന്റെ വീടിനടുത്താ. അന്ന് നീയും വല്യച്ഛനും കൂടി കടയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അപ്പച്ചി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വല്യച്ഛനെ കണ്ടതിന്റെ സന്തോഷത്തില് ശ്രദ്ധിക്കാതെ റോഡ് മുറിച്ചു കടന്നതാ. ഒരു ജീപ്പ് വന്ന് ഇടിക്കുകയായിരുന്നു. ഈശ്വര, പ്രശ്നമാണല്ലോ. ഇതറിയുമ്പോ അച്ഛനും വല്യച്ഛനും വല്ലാത്തൊരു ഷോക്കാകുമല്ലോടാ. അതെ, അത് തന്നെ എന്റെയും പേടി. മാത്രമല്ല അപ്പച്ചിയുടെ മോള് റോസ്മേരി, അവളിപ്പോ അവിടുത്തെ വീട്ടിൽ ഒറ്റയ്ക്കാ താമസം. അപ്പച്ചിയെ കെട്ടിയ പുള്ളിക്കാരൻ നേരത്തെ മരിച്ചുപോയതാ. ഞാൻ ആ വീട്ടിൽ പോയി അവളെ കണ്ടിരുന്നതാ. അവൾ ആള് നല്ല ബോൾഡാണെങ്കിലും ആ കണ്ണുകളിൽ കാണാം അവളുടെ വിഷമം. പാവം, അവളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? തറവാട്ടിലിരിക്കുന്ന അപ്പച്ചിയുടെ ചെറുപ്പകാലത്തുള്ള ആ ഫോട്ടോ നീ കണ്ടിട്ടില്ലേ? അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ അതിന്റെ കളറ് അതാ ആള്. ഛേ, നിനക്ക് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരായിരുന്നില്ലടാ. എന്റെ മോനെ, നിനക്ക് അറിയത്തില്ലേ നമ്മുടെ അച്ഛന്റെയും വല്യച്ഛന്റെയും ഒക്കെ വാശി? അത് തന്നെ അവൾക്കുണ്ട്. ഞാൻ വിളിച്ചതാ, പക്ഷെ വരണ്ടേ. എന്തായാലും അച്ഛനും വല്യച്ഛനും കൂടി വന്ന ശേഷം നമുക്ക് അവിടെ നിന്ന് പോകാം. അപ്പൊ ഇക്കാര്യം അമ്മയും വല്യമ്മയൊന്നും അറിഞ്ഞിട്ടില്ലേ? ഇല്ലടാ, ഞാനിത് കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൂടെ വന്നിട്ട് സംസാരിക്കാന്ന് കരുതിയിരിക്കുകയായിരുന്നു. ശിവൻ കണ്ണുകളടച്ച് ആലോചനയിൽ മുഴുകി. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇനിയെന്താ? കണ്ണുകൾ തുറക്കാതെയാണ് ശിവനന്ദൻ ചോദിച്ചത്. അപ്പച്ചിയെന്ന് വിവാഹം കഴിച്ചത് പിറവത്തുള്ള കരിമ്പനക്കാട്ട് ജോസഫിനെയാണെന്ന് നിനക്കറിയാലോ. അങ്ങനെയുടെ അപ്പച്ചൻ മരിച്ചപ്പോ കുറെ സ്വത്തുക്കൾ നമ്മുടെ റോസ്മേരിയുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആണോ? അതിലൊന്ന് കുട്ടിക്കാനത്തുള്ള തേയിലത്തോട്ടങ്ങളും പിന്നെ അമേരിസ് ടീ ഫാക്ടറിയുമാണ്. ഒരു ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്ന ശിവൻ രഘുനന്ദനെ മിഴിച്ചു നോക്കി. രഘുനന്ദന്റെ ചുണ്ടുകളിൽ ആ സമയം നിഗൂഢത നിറഞ്ഞൊരു ചിരി പ്രത്യക്ഷപ്പെട്ടിരുന്നു. തുടരും. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. കൂടാതെ ലൈക്കുകളും ഹൈപ്പും കൂടി നൽകി സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു. See you soon.